പിംപ്രി ചിൻഡ്വാഡിലെ പ്രമുഖ വ്യവസായിയുടെ മകനായ കേതൻ അഗർവാളിനെ പ്രതിശ്രുത വധു സിയ ഗോയലും കാമുകനും ചേർന്ന് മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി യുവതി മനഃപൂർവ്വം വിദേശയാത്ര മുടക്കിയതായി പോലീസ് കണ്ടെത്തി. വിവാഹത്തിന് മുൻപുള്ള ഫോട്ടോഷൂട്ടിനായി ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോകാനിരുന്ന യാത്രയാണ് യുവതി പാസ്പോർട്ട് മോഷ്ടിച്ച് അട്ടിമറിച്ചത്. തുടർന്ന് ജന്മദിനാഘോഷത്തിന്റെ പേരിൽ യുവാവിനെ കോട്ടയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് കമ്പനി ഡയറക്ടറായ കേതൻ വിശാൽ അഗർവാളിനെ പൂനെയിലെ ലോഹഗഡ് കോട്ടയിൽ നിന്ന് താഴ്ചയുള്ള മലയിടുക്കിലേക്ക് തള്ളിവിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിശ്രുത വധു സിയ ഗോയൽ, അവളുടെ കാമുകൻ ചേതൻ ബാബുലാൽ ചൗധരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേതന്റെയും സിയയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വരാനിരിക്കുന്ന നവംബറിൽ രാജസ്ഥാനിലെ ഒരു കൊട്ടാരത്തിൽ വെച്ച് വലിയ രീതിയിൽ വിവാഹം നടത്താനായിരുന്നു തീരുമാനം. ഇതിന്റെ ഭാഗമായി ജൂൺ 6-ന് ഇവർക്ക് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനായി ബാലിയിലേക്ക് പോകേണ്ടതായിരുന്നു. യാത്രയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കേതൻ, സിയയുടെ സഹോദരൻ സാഹിൽ, കേതന്റെ സഹോദരി എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. എല്ലാവരുടെയും പാസ്പോർട്ടുകളും പണവും ഒരു പൗച്ചിലാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ യാത്രാമധ്യേ ഒരു ഫുഡ് മാളിൽ വണ്ടി നിർത്തിയപ്പോൾ താൻ ഫോൺ മറന്നുവെച്ചുവെന്ന് പറഞ്ഞ് സിയ മാത്രം കാറിലേക്ക് തിരികെ പോയി. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് കേതന്റെ പാസ്പോർട്ട് മാത്രം കാണാനില്ലെന്ന് മനസ്സിലായത്. ഇതോടെ കേതന് യാത്ര ചെയ്യാൻ കഴിയാതെ വരികയും മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്തു. ഇത് കൊലപാതകം നടത്താൻ സിയ ആസൂത്രണം ചെയ്തതാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബാലി യാത്ര മുടങ്ങിയതിനു ശേഷം ജൂൺ 19-നുള്ള തന്റെ ജന്മദിനം മുൻകൂട്ടി ആഘോഷിക്കണമെന്ന് പറഞ്ഞ് സിയ കേതനുമായി വഴക്കിട്ടു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ജൂൺ 18-ന് രാവിലെ കേതൻ സിയയോടൊപ്പം ലോഹഗഡ് കോട്ടയിലേക്ക് പോയി. അവിടെ വെച്ച് സിയയും കാമുകനും ചേർന്ന് കേതനെ 400 അടി താഴ്ചയുള്ള മലയിടുക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കേതൻ കാൽ വഴുതി വീണതാണെന്നാണ് സിയ ആദ്യം പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം അപകട മരണത്തിനാണ് കേസെടുത്തത്. കേതന്റെ മരണം പുറംലോകം അറിഞ്ഞതിന് പിന്നാലെ സിയ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. കേതന്റെ പെട്ടെന്നുള്ള വേർപാടിൽ കടുത്ത വേദന പ്രകടിപ്പിച്ച സിയ അവൻ എന്തിനാണ് തങ്ങളെ വിട്ടുപോയതെന്ന ചോദ്യങ്ങളും ആ പോസ്റ്റിൽ ഉന്നയിച്ചിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്റെ ജന്മദിനത്തിൽ നീ എന്നെ തനിച്ചാക്കിപ്പോയി. നമ്മുടെ വിവാഹത്തിന് തൊട്ട് മുൻപാണ് നീ വിട്ടുപിരിഞ്ഞത്. നീ എന്തിനാണ് എന്നോട് ഇത് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും. ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിച്ചിട്ടും നീ എന്തിനാണ് എന്നെ തനിച്ചാക്കിയത്? നിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഒരു കാറിന്റെ മുൻസീറ്റിലിരുന്ന് കേതൻ പിന്നിലേക്ക് തിരിഞ്ഞ് ആരോട് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പും അതിനു പിന്നാലെ ഇരുവരും ഒരു റൊമാൻറ്റിക് ഗാനത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും അടങ്ങിയതായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. കേതന്റെ മൃതദേഹവുമായി പോലീസ് വീട്ടിലെത്തിയപ്പോൾ സിയ കാണിച്ച പെരുമാറ്റമാണ് കുടുംബത്തിന് സംശയമുണ്ടാക്കിയത്. പ്രതിശ്രുത വരൻ മരിച്ചിട്ടും അവളുടെ മുഖത്ത് യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിയയുടെ പ്രണയബന്ധത്തെക്കുറിച്ചും കൊലപാതക ആസൂത്രണത്തെക്കുറിച്ചും തെളിവുകൾ കിട്ടിയത്. സിയയുടെ വീട്ടുകാർക്ക് ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് കരുതി അവർ ഈ ചതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും കേതന്റെ പിതാവ് വിശാൽ അഗർവാൾ പറഞ്ഞു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.